എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പോത്തിൻ്റെ തലച്ചോറ് വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ. അപ്പോൾ നന്നായി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. തിളച്ചതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ബ്രെയിന് എടുക്കണം കേട്ടോ. എടുത്തതിന് ശേഷം ഇതൊന്ന് ആറിയാൽ നമുക്ക് കൈക്ക് പിടിക്കാൻ പറ്റുന്ന ആ ഒരു തരത്തിലായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് ഉടച്ച് ചേർക്കാനുള്ളതാണ്. എങ്കിൽ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകം ചതച്ചെടുത്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂണ്. ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂണോളം ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞതും മല്ലിച്ചപ്പ്, പുതിന, പച്ചമുളക്, വേപ്പില ഒക്കെ കൂടെ ചെറുതാക്കി അരിഞ്ഞെടുത്തതും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി, ഗരം മസാല പൊടി 1 ടീസ്പൂണ്, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ബ്രെയിനൊക്കെ നന്നായിട്ട് അപ്പോൾ ഒന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ നമ്മളിതുപോലെ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ഉടച്ചൊഴിക്കാം. കോഴിമുട്ട ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കാം കേട്ടോ. ഞാനിതേപോലെ എല്ലാം മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു കോഴിമുട്ട ഉടച്ചൊഴിക്കുകയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും 2 ടേബിൾ സ്പൂണ് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും എരിവൊക്കെ നോക്കിയതിന് ശേഷം നന്നായിട്ട് ഇതേ ഒരു തരത്തിലായി കഴിഞ്ഞാൽ നമുക്ക് നല്ല ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഒഴിച്ചിട്ട് ഇത് കുറച്ചായിട്ട് നുള്ളിയിട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ അതുപോലെ ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഇത് ഒരു ഗോൾഡൻ നിറമാവുന്നത് വരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇത് ആയിക്കഴിഞ്ഞാൽ ഇതേ ഒരു തരത്തിലായി കഴിഞ്ഞാൽ കോരിയെടുക്കുക. അതേപോലെ ബാക്കിയുള്ളതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. നല്ല ക്രിസ്പായിട്ട് കിട്ടും കേട്ടോ. ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. മറക്കാതെ ഉണ്ടാക്കി നോക്കുക. ജെറീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.